അമ്മയുടെ ആദ്യത്തെ ഉടമ്പടിയുടെ ഫസ്റ്റ് നിയോഗം എൻ്റെ ഒരു കാര്യമായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ CPO റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത 2 ആഴ്ചക്കുള്ളിൽ ട്രെയിനിങ്ങിൽ കയറാൻ നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് 2-3 വർഷം കൊണ്ട് ഒരു ഗവൺമെൻറ് ജോലി വേണമെന്ന് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ എക്സാം എഴുതി ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴാണ് എനിക്കൊരു CPO കോൺസെപ്റ്റ് ഒരു എക്സാമായിട്ട് കടന്നു വരുന്നത്. അപ്പോൾ ലാസ്റ്റ് ഗവൺമെൻറ് ജോലി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പണിക്ക് പോകാൻ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അമ്മ എനിക്ക് വേണ്ടി നിയോഗം എടുത്ത് പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്ക് റിട്ടൺ എക്സാം എന്ന് പറഞ്ഞാൽ ഇച്ചിരി പാടാണ്. അതിനേക്കാളും വലിയൊരു കടമ്പയാണ് ഫിസിക്കൽ. കാരണം എനിക്ക് സ്കൂൾ ലെവലിൽ പോലും എനിക്ക് ഒരു സ്പോർട്സ് ഐറ്റത്തിൽ പോലും നല്ല ജയിക്കാനായിട്ടൊന്നും പറ്റിയിട്ടില്ല. അതെനിക്ക് ചെറിയൊരു പേടി സ്വപ്നമാണ്. അപ്പോൾ റിട്ടൺ എക്സാമിൽ എഴുതി, പക്ഷേ ടെൻഷൻ ഉള്ളതുകൊണ്ട് കുറേ നെഗറ്റീവ് വന്നിട്ടുണ്ട്. പക്ഷേ അത് വെച്ചിട്ടുണ്ടും റാങ്ക് അതിൻ്റെ റിസൾട്ട് വരാതെ എനിക്ക് ഫിസിക്കൽ കിട്ടൂല എന്ന പ്രതീക്ഷയോടെ ഞാനൊരു ഫിസിക്കൽ വർക്കൗട്ട് സെൻ്ററിലോട്ട് പോവുകയും, പക്ഷേ അപ്പോൾ പോകുമ്പോൾ തന്നെ എൻ്റെ കൂട്ടുകാർക്കറിയാം എൻ്റെ കണ്ടീഷൻ, ഫിസിക്കൽ കണ്ടീഷനിൽ എനിക്ക് ഒരിക്കലും കിട്ടത്തില്ല. 2-3 മാസം പോയാലും അതൊരു വേസ്റ്റ് ആണ്, ചുമ്മാ ടൈം വേസ്റ്റ് ആണ്. അതൊക്കെ വേറെ ഏതെങ്കിലും ഗവൺമെൻറ് ജോബ് എക്സാം നോക്കി കഴിഞ്ഞാൽ കിട്ടും എന്നവർക്കറിയാം. അതുകൊണ്ട് എല്ലാവരും കളിയാക്കുമായിരുന്നു. ഈവൻ വീട്ടിൽ നിന്ന് എനിക്ക് കളിയാക്കാൻ കിട്ടുമായിരുന്നു. പക്ഷേ ആ ഒരു അവഹേളനം അല്ലെങ്കിൽ ഒരു കളിയാക്കൽ എന്നുകൊണ്ട് എനിക്ക് എങ്ങനെയെങ്കിലും ആ ഫിസിക്കൽ പാസ് ആവണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനായിട്ട് 2-3 മാസം ഫുഡൊന്നും ഇല്ലാണ്ട് മീൻസ് അതിനുവേണ്ടി മാത്രമാണ് ഞാൻ അവിടെ വർക്കൗട്ട് ചെയ്യുന്നത്. അതിനിടയിലാണ് പെട്ടെന്ന് എനിക്ക് പനി വരുമായിരുന്നു. അപ്പോൾ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, മാതാവേ എൻ്റെ ലാസ്റ്റ് എക്സാമാണ്, ഗവൺമെൻറ്